നിങ്ങൾക്ക് എപ്പോഴും ടെൻത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും പറയൂലേ നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, നിങ്ങളുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയും. ഇപ്പൊ നിങ്ങൾ 10th എക്സാം കഴിഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇനിയാണ് ലൈഫ് മുന്നോട്ട് തുടങ്ങാനിരിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ടോ? കഴിയുന്നവരെന്തായിരുന്നു? അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവാണ്. അവിടെ കൈ ഉയർത്തിയിരുന്നല്ലോ, കൈ ഉയർത്തിയതാണോ? അല്ല, ഓക്കെ, ശരി. ഇംഗ്ലീഷിലൊരു കോട്ട് ഉണ്ട്. നമ്മളിങ്ങനെ ഒരു റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ റോഡിന്റെ ഒരു എൻഡായിട്ട് കാണുന്നത് മിക്കവാറും റോഡിന്റെ എന്തായാലും ബെൻഡായിരിക്കും എന്ന് പറയും അല്ലെ? കേട്ടിട്ടുണ്ടോ ആ കോട്ട്? നിങ്ങൾ ദൂരേക്ക് നോക്കുമ്പോൾ റോഡ് നമ്മൾ വിചാരിക്കും ആ റോഡോട് അവസാനിക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷെ അത് ജസ്റ്റ് എന്തായിരിക്കും? ജസ്റ്റ് ബെൻഡിന്റെ റോഡായിരിക്കും. അത് കഴിഞ്ഞ് ഇനി അടുത്ത ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആ ഒരു പോയിന്റിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് 10th കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. ഇത്ര കാലം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ശരിയല്ലേ? നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളിൽ? ഇപ്പം എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നതിലോ വാട്ടെവർ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും തീരുമാനം, ഇപ്പൊ എവിടേക്കെങ്കിലും ഒരു യാത്ര പോകുന്നതിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ വേണ്ട ഇന്ന് എന്ത് സബ്ജക്ട് പഠിക്കും അതൊരു ചോയ്സ് അല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ എടുക്കേണ്ടി വന്നിട്ടില്ലേ? നിങ്ങൾ എന്താ ചെയ്യാറ്? ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കോ, അത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ചെയ്യും അല്ലേ? എന്തൊക്കെ സോഴ്സസ് ആയിരിക്കും നമ്മൾ അപ്പൊ അതിനെ ആശ്രയിക്കുന്നുണ്ടാവുക? നമ്മൾ ഇന്റർനെറ്റ് നോക്കുവോ, അത് ആളുകളോട് ചോദിക്കുവോ, അധ്യാപകരോട് ചോദിക്കുവോ, ഫ്രണ്ട്സിനോട് ചോദിക്കുവോ? എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്രോസസ്സ്? എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പോവാണല്ലേ? നമുക്ക് എന്തായാലും എല്ലാം കൂടി ആർക്കും പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നെങ്കിൽ ഒരു കൊമേഴ്സ് സ്ട്രീം എടുക്കണം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി സ്ട്രീം എടുക്കണം, അല്ലെങ്കിൽ സയൻസ് സ്ട്രീം എടുക്കണം. പക്ഷെ ഈ മൂന്നിലും ഇനി നിങ്ങൾക്ക് n നമ്പർ ഓഫ് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? എത്ര ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട്? 3 അത് അതിൽ വലിയൊരു നമ്പർ ആണോ? ഇപ്പൊ നിങ്ങളുടെ ധാരണ എങ്ങനെയാണ്? 3 ഓപ്ഷനേ ഉള്ളൂ? 44 ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൊത്തം എത്ര സബ്ജക്റ്റാ? 6 അല്ലേ? ഏതൊക്കെ ആയിരിക്കും? ഒരു കൊമേഴ്സ് എടുക്കുന്ന ഒരാൾക്ക് ഈ 6 സബ്ജക്റ്റ് ഏതൊക്കെയായിരിക്കും? അതാണ് ആരെങ്കിലും ഒരാൾ ഉറക്കെ പറയും. മാസമായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ബെറ്റർ ഒരു സബ്ജക്റ്റിനും പറഞ്ഞാൽ മതി. കൈ ഉയർത്തിയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറയും. പറഞ്ഞോളൂ. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഓക്കെ. ബിസിനസ്, ഓപ്ഷൻ പേപ്പർ ഉണ്ട്. യെസ്, ഓപ്ഷൻ പേപ്പർ ഏതൊക്കെയാണെന്നറിയോ? സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, മാത്സ് ഉണ്ട്. കറക്റ്റ് ആണ്, ഇരിക്കും. സ്റ്റഡീഡ് ആണല്ലോ. ഞാൻ ആദ്യം ചോദിച്ചില്ലേ? ഏതാണ്? നിങ്ങളോട് +2 ആണോ? അത് ശരി, ഓക്കെ. കൊമേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ കണ്ടോ, നമ്മൾ ആ സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മളത് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സമാധാനമായില്ലേ? ഓക്കെ. ഇയാൾ ഏതെടുത്തിരിക്കുന്നത്? സ്റ്റാറ്റിക്സ്, കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? രണ്ടുപേരും അതാണ്. ഓക്കെ. അപ്പം കൊമേഴ്സിലാണ് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അതായത് എപ്പോഴും സാധാരണ നമ്മൾ 6 സബ്ജക്റ്റിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ഒന്ന് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ. എല്ലാവർക്കും ഏതായിരിക്കും? ഇംഗ്ലീഷാണ് +2 വരുമ്പോൾ. ഓക്കെ, അത് ഫിക്സഡ് ആണ്, മാറ്റാൻ പറ്റില്ല. ഇംഗ്ലീഷാണ് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ. സെക്കൻഡ് ലാംഗ്വേജ് ഏതായിരിക്കും? നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. മലയാളം ചൂസ് ചെയ്യാം, ഹിന്ദി ചൂസ് ചെയ്യാം, സംസ്കൃതം ചൂസ് ചെയ്യാം, അറബിക്ക് ചൂസ് ചെയ്യാം അല്ലെ? 4 ഉള്ളൂ അല്ലെ? ചിലപ്പോൾ ചില സ്കൂളുകളിൽ ചിലപ്പോൾ ഫർദർ കോമ്പിനേഷൻസ് ഉണ്ടാവാം. മേ ബി സ്പാനിഷോ ജർമ്മൻ സം ലാംഗ്വേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 4 സബ്ജക്റ്റ് ഉണ്ട്. ഈ 4 സബ്ജക്റ്റ് ആണ് കോറായിട്ടുള്ള നമ്മളുടെ ആ സബ്ജക്ട് സ്പെസിഫിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൊമേഴ്സ് ആണെങ്കിൽ നമുക്ക് 3 ഫിക്സഡ് ആണ്. അക്കൗണ്ടൻസി ഉണ്ടാവും, ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും. 4ാമത്തെ ഓപ്ഷണലാണ്. 4ാമത്തെ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, 4 ഓപ്ഷൻ. ഇതേപോലെ തന്നെ പല ഓപ്ഷൻസ് എവിടെയുണ്ട്? നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ ഒരാൾക്ക് സയൻസ് എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ മാത്സ് ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ബയോളജി എനിക്ക് ഇഷ്ടം, മാത്സ് എനിക്ക് പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ മാത്സിന് പകരം മാത്സിന്റെ പേപ്പർ അല്ലാതെ വേറെ ഏതെങ്കിലും പേപ്പർ വരുന്ന സയൻസ് കോമ്പിനേഷൻസ് നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ കൊമേഴ്സ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മാത്സും ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കൊമേഴ്സ് മാത്സ് എന്ന കോമ്പിനേഷൻ ഉണ്ട്.
അതേപോലെ നിങ്ങൾ ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും ഇൻഫോർമഡ് ഡിസിഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ കണ്ണടച്ച് കെട്ടി നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഒരു 4-5 ആപ്പിൾ, ഓറഞ്ച്, വാട്ടോ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് പറയാണ് കണ്ണടച്ച് കയ്യിൽ അവർ എടുക്കുന്നത്, നമ്മൾ എന്താ ചെയ്യാൻ പറ്റാം? ഒരു മാറ്റർ ഓഫ് ലക്കാണ് അല്ലെ. അത് പിന്നെ നമുക്ക് നാളെ അതിനെ കുറിച്ച് അനലൈസ് ചെയ്യാനോ ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ള റീസൺ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ആണ്, നമ്മൾ പോകുന്ന ഒരു സാധനം എടുക്കുന്നു. പ്യുവർ മാറ്റർ ഓഫ് ലക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. നേരെ മറിച്ച് എന്റെ കണ്ണ് തുറന്നിട്ടാണ് ഞാൻ പോയി ചൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്റെ വലിപ്പം, അതിലെന്തെങ്കിലും കേടുകളുണ്ടോ, അതില് ചിലപ്പോൾ പഴുത്തതും പഴുക്കാത്തതൊക്കെ ഉണ്ടാവും, തൊട്ട് നോക്കാൻ പറ്റും. ഇങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിനകത്ത് ഒരു ഫ്രൂട്ടിനെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത കരിയർ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ആ ഓപ്ഷൻസിൽ എൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ഇഷ്ടമാണ് പക്ഷെ മാത്സ് ഇഷ്ടമല്ല, അങ്ങനെ അതിനോട് അതും കൂടി ശ്രദ്ധിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അതെല്ലാം മാറ്റി വെച്ചു കേട്ടോ. ഞാൻ കൊമേഴ്സിലേക്ക് വരികയാണ്. കൊമേഴ്സ് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്, അല്ലെങ്കിൽ കൊമേഴ്സ് കൺസിഡർ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഓക്കെ, ഫെയർ നമ്പർ. ബാക്കിയുള്ളവരെ നിങ്ങൾ സയൻസ് ആണ് ചൂസ് ചെയ്യുന്നത്. സയൻസ് ചൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? 2, കുറച്ച് പേര് സയൻസ് ആണ്. ഓക്കെ, ഹ്യൂമാനിറ്റീസ് നിലവിൽ ആരുമില്ല. ഓക്കെ, തീരുമാനിക്കാത്ത ആരെങ്കിലും, കൈ ഉയർത്താത്ത ആരെങ്കിലും ഉണ്ടോ? ചൂസ് ചെയ്തിട്ടില്ല എന്ന്? ഇല്ല അല്ല, എല്ലാവരും കൈ ഉയർത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഡയറക്ഷൻ ഉണ്ട്, കൊമേഴ്സ് വേണോ സയൻസ് വേണോ. ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് വരികയാണ്. സയൻസ് വിഷയങ്ങളിലെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് വൈശാഖ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കൊമേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പോയിന്റ് താല്പര്യപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ഇന്ററാക്ഷൻ മോഡിൽ നമുക്ക് പോവാം. ഇനി കൊമേഴ്സ് എടുക്കുന്നവരോട്, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നത് പറയുന്നവരോട് ചോദിക്കുന്നത് കേട്ടോ, വൈ കൊമേഴ്സ്? അല്ലെങ്കിൽ കൊമേഴ്സിൽ ഏതെങ്കിലും സ്പെസിഫിക് കോഴ്സ് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടോ? അല്ലെങ്കിൽ സയൻസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുത്തതാണോ? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? എന്താണ് നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ? എന്താണ് കൊമേഴ്സ് എടുക്കാനായിട്ട്? ഒന്നുമില്ല. ഏതാണ് പറഞ്ഞു തന്നു? ആര് പറഞ്ഞു തന്നു? ചേച്ചി കൊമേഴ്സ് എടുത്തിട്ടുള്ള ആളാണോ? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ചേച്ചി ഇപ്പൊ പഠിക്കുകയാണോ, ജോലി ഉണ്ടോ? പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ചേച്ചി പറഞ്ഞതുകൊണ്ട് താൻ എടുത്തോ. ശരി, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ്? ഇല്ല. നിങ്ങൾക്ക് എന്താ കൊമേഴ്സ് എടുത്തപ്പോ? സി എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, മാത്സ് ഫിസിക്സും ടഫ് ആയത് തന്നെ കൊമേഴ്സ് എടുക്കാം. ഓക്കെ, അത് ഒരു ആൻസർ ആണ്, കൊള്ളാം. പിന്നെ ഓക്കെ, ശരി. ഇനി ഞാൻ കൊമേഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് പറയാം. കൊമേഴ്സ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 4 ഓപ്ഷനാണ് ഉണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സസ്. അതിൽ വരുന്നതാണ് CA, CMA, CS, ACCA, CMA US, പിന്നെ LLB. ആ തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് ഒരു സൈഡിലുള്ളത്. അപ്പം നിങ്ങൾ CA എടുക്കാൻ ഒരാൾ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് ആ കോഴ്സിലേക്ക് വരാൻ കാരണം? കാരണം ഞാൻ CA ആണല്ലോ, അപ്പോൾ ഞാൻ ആദ്യം കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കാം. എന്താണ് ചൂസ് ചെയ്യാനുള്ള കാരണം? എന്താണ്? എല്ലാവരും പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ശരി. ഞാൻ എൻ്റെ ഒരു ജേർണി പറയാം. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നല്ലതെല്ലാം എടുക്കാം, നല്ലതല്ലാത്ത നിങ്ങൾക്ക് കളയാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ പോലെ ഒരു 7th ക്ലാസ് വരെയൊക്കെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നല്ല, പലപ്പോഴും പല ആഗ്രഹങ്ങളായിരിക്കും നമുക്കല്ലേ. ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ അവൻ ചിലപ്പോൾ പറയും എനിക്ക് പോലീസ് ആവണം, എനിക്ക് പൈലറ്റ് ആവണം, എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ട്രെയിൻ ഓടിക്കുന്ന ആളാവണം. അങ്ങനെ അവർക്ക് പല പല ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഒരു 7th വരെയൊക്കെ അങ്ങനെ ഒരു സ്റ്റേജിലാണ് പോയിരുന്നത്. 8th ആയപ്പം എനിക്ക് ഇതേപോലെ ഒരു ലീഫ്ലെറ്റ് കിട്ടി. അപ്പോൾ ലീഫ്ലെറ്റിൽ അവർ പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, CA എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഇത് കൊമേഴ്സ് ഫീൽഡിലാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടും. ഇത് അധികം ആരും എടുക്കാത്തൊരു കോഴ്സാണ്. ഈ കോഴ്സ് പഠിക്കാൻ വലിയ ചിലവില്ല. അങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ 8ാം ക്ലാസ് മുതൽ ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ 1-2 വർഷം എടുത്തു. നമ്മൾ ഇതിന്റെ പല ആളുകൾ കാണുമ്പോഴും നമ്മൾ എന്തെങ്കിലും ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിലൊക്കെ വരുമ്പോൾ, നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഒരു ഹാബിറ്റ് ആക്കാം. എപ്പോൾ അതൊരു മിക്കവാറും നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ആദ്യത്തെ ദിവസം വായിക്കുമ്പോൾ ഒരു കിളിപോയ അവസ്ഥയായിരിക്കും. കാരണം ഒന്നും കണക്ട് ആവില്ല, ഇതെന്താ ഇവിടെ പറയുന്നതെന്ന്. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, കാരണം നമ്മളൊരു നോവൽ ഇടയ്ക്ക് വെച്ച് തുടങ്ങിയ പോലെ ആയിരിക്കും അല്ലെ. നോവൽ എപ്പോഴും നമ്മളൊരു മിഡിൽ പേജ് വെച്ച് ഓപ്പൺ ആക്കി നമുക്കൊന്നും മനസ്സിലാവില്ല. അതേപോലെ അതിന് മുന്നത്തെ ദിവസം നടന്ന ഒരുപാട് ഇവന്റുകളുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും പിന്നീട് വരുന്നുണ്ടാവും. ഒരു 1 വീക്ക് 1.5 വീക്സ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് പേപ്പർ ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി കഥകൾ മനസ്സിലാവും. ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോറീസ് അല്ലേ, അതായത് ലേഖകർ എഴുതുന്നത് മാത്രം.
അപ്പോൾ അങ്ങനെ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതിന്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് വരും. എസ്പെഷ്യലി കൊമേഴ്സ് ഫീൽഡിലാണെങ്കിൽ സ്ഥിരം ന്യൂസ് പേപ്പറിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? എന്താണ് കൊമേഴ്സ്? ബേസിക്കലി കൊമേഴ്സ് എന്താണ്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ട്രേഡ് അല്ലെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കറൻസിയുടെ വിനിമയം, വ്യാപാരങ്ങൾ, കരാറുകൾ, ഇതെല്ലാം കൊമേഴ്സ്. എന്തൊക്കെ ആളുകൾ എന്തൊക്കെ ഐറ്റംസ് വാങ്ങിക്കുന്നു, ഈവൻ നമ്മളുടെ ഒരു ന്യൂസ് പേപ്പറിൽ വരുന്ന ഫാഷൻ ഐറ്റംസ്, അതൊരു ഒരു മാർക്കറ്റിംഗ് ആണ് അല്ലെ. അതേപോലെ സ്പോർട്സും എന്താണ്? ഒരു കൊമേഴ്സ് സബ്ജക്റ്റ് ആണ്. അതായത് ഇപ്പൊ IPL നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? രണ്ട് ടീമുകൾ തമ്മിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് മാത്രമാണ് കാണുന്നത്. ഇത് വലിയൊരു ബിസിനസ് ഇവന്റ് കൂടിയാണ്. ഒരു IPL എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇപ്പം നമ്മൾ പറയാറുണ്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പ് അല്ലെ. കുറെ കാലം തൊട്ടുള്ള അന്ന് പണ്ടുള്ളവർ തുടങ്ങി വെച്ചൊരു ബിസിനസ് ഇവന്റ് ആണ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. എന്താ അവിടെ നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം IPL പ്ലെയേഴ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. അറ്റ്ലീസ്റ്റ് വേൾഡ് കപ്പിൽ അങ്ങനെ ഇല്ല. ഓരോ പ്ലെയേഴ്സ് അവരുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു. ഈ പ്ലെയേഴ്സിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് ഇവന്റ് ആണ്. അതിൽ സ്പോൺസർഷിപ്പുകൾ, ഓരോ കമ്പനി എത്രയോ പൈസ ചെലവാക്കിയിട്ടാണ് ഓരോ ഇവന്റ് സ്പോൺസർ ചെയ്യുന്നത്. എന്തിനാ അവർ ചെയ്യുന്നത്? ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒക്കെ പുറകിൽ എന്തുണ്ട്? അവർക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ ഇവന്റ് ഇത്ര ആളുകൾ കാണും, ഇത്ര ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത്ര പെർസെന്റേജ് ആളുകളെങ്കിലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, ഇതിനെക്കുറിച്ച് ഇത്ര ആളുകൾ ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത്ര പെർസെന്റ് ആളുകളെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ എൻക്വയറി ചെയ്യും, കുറച്ച് പേര് ഇത് പർച്ചേസ് ചെയ്യും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ബിസിനസ് നടക്കും. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ പ്രോഫിറ്റ് ഈ ക്യാമ്പയിനിങ് സ്പോൺസർ ചെയ്യാൻ അല്ലെങ്കിൽ ഇവന്റ് സ്പോൺസർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഓരോ കമ്പനീസ് എന്തെടുക്കുന്നത്? ഇങ്ങനെ ഒരു ഇവന്റ് സ്പോൺസർ ചെയ്യണമോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഇതൊക്കെ ആരാ എടുക്കുന്നത്? ഈ കമ്പനിക്ക് പുറകിലുള്ള കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് ഈ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അതിന്റെ എല്ലാം റിഫ്ലക്ഷൻ ആണ് നമ്മൾ എവിടെ കാണുന്നത്? ന്യൂസ് പേപ്പേഴ്സിൽ പല ന്യൂസുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യൂസ് പേപ്പർ വായിക്കാട്ടോ പ്രത്യേകിച്ച്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മൾ പോയപ്പോൾ മനസ്സിലായി, ഓക്കെ ഇത് നല്ലൊരു കോഴ്സാണ്. 10th കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ പഠിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു. അപ്പൊ ഇതിന് പല സ്റ്റേജസ് ഉണ്ട്. ആദ്യം നമുക്കൊരു എൻട്രൻസ് ഉണ്ട്, പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ട്, പിന്നെ ഒരു ഫൈനൽ ഉണ്ട്. ഇതിനിടയിൽ ഒരു 3 വർഷം നമ്മൾ നിർബന്ധമായിട്ട് വർക്ക് ചെയ്യണം. ഈ CA കോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്, ഇപ്പൊ പല കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്കിന് കയറുന്നുണ്ടാവും അല്ലെ. ഈവൻ ഡോക്ടേഴ്സിന്റെ ഫീൽഡിലാണെങ്കിൽ പോലും നമ്മൾ ഹൗസ് സർജൻസി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. 4 വർഷം കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ ഹൗസ് സർജൻസി ആണെന്ന് പറയും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് 1 ഇയറിൽ എന്തൊക്കെ പോകുന്നത്? ഹൗസ് സർജൻസി എന്നുള്ള ആ ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ പോകുന്നത്. CA ഫീൽഡിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇന്റർമീഡിയറ്റ് ലെവൽ കഴിഞ്ഞാൽ ഇപ്പൊ 2 വർഷമായിരിക്കും. ഞാൻ ചെയ്ത സമയത്ത് 3 വർഷമായിരുന്നു. ഇപ്പൊ 2 വർഷം ചെയ്താൽ മതി. 2 വർഷം നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് കോഴ്സാണ് CA എന്ന് പറയുന്നത്. 3 സ്ട്രീം ഓഫ് കോഴ്സുകളാണ് ഇന്ത്യയിൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകൾ. ഗവൺമെന്റ് അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിൽ ഇപ്പോൾ നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ നമുക്ക് ബാലൻസ് ഷീറ്റ് സൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ, ആ പവേഴ്സ് ഉള്ള സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉള്ള 3 കോഴ്സുകളുള്ളത്. അത് ഒന്ന് CA, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ CA എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഇന്ത്യയിൽ CA ഉള്ള പോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ഉണ്ട്. അമേരിക്കയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ദെൻ UK പല രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിലുണ്ട്, പല രാജ്യങ്ങളിലും ഇതേ CA കോഴ്സ് ഉണ്ട്. അപ്പൊ ഇന്ത്യൻ CA എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യയിലെ കമ്പനീസിന്റെ ബാലൻസ് ഷീറ്റുകൾ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 1 is ഇന്ത്യൻ CA. പിന്നെ നമുക്ക് ഇന്ത്യയിൽ തന്നെ CS എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, കമ്പനി സെക്രട്ടറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CA പോലെ തന്നെ പാർലമെന്റ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന കോഴ്സ് തന്നെയാണ് CS എന്ന് പറയുന്നത്, കമ്പനി സെക്രട്ടറി. പക്ഷെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വ്യത്യാസമുണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ സംബന്ധിച്ച് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ ഫീൽഡിലാണെങ്കിൽ ഒരു CS കമ്പനി സെക്രട്ടറി ഫോക്കസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ലോയിലായിരിക്കും, നിയമം. ലോ എങ്ങനെ എൻഫോഴ്സ് ചെയ്യാം, ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ലേബർ ലോസ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ബോണസ് ആക്ട്, വേജസ് ആക്ട്, അവരുടെ മിനിമം വേജ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ട്, ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരിക്കും കമ്പനി റൺ ചെയ്ത് പോകണമെങ്കിൽ. പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരം നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഓഡിറ്റ് നടത്തുന്നവരാണ് ആര്? കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്, CS കോഴ്സ്. പിന്നെ ഒരു കോഴ്സാണ് CMA എന്ന് പറയും, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. CMA കോഴ്സിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ്, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ ഇതിനെന്ത് കോസ്റ്റ് വരുന്നുണ്ട്, എവിടേക്കാണ് കോസ്റ്റ് വരുന്നുണ്ടായിരിക്കാം? ഒന്ന് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ കോസ്റ്റിംഗ് പേപ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ സപ്പോസ് ഒരു പേനയാണെന്ന് വിചാരിക്കാം. ഒരു പേന മാർക്കറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തൊക്കെ കോസ്റ്റ് ഉണ്ടായിരിക്കും? ആ പേനയുടേതായ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. ആ പേനയ്ക്ക് എന്ത് വേണം? പ്ലാസ്റ്റിക് വേണം, പിന്നെ അതിലെന്ത് വേണം? ഇങ്ക് വേണം, അതിൻ്റെ ആവശ്യമുള്ള ആ ടിപ്പ് പ്രിപ്പയർ ചെയ്യുന്ന മെറ്റീരിയൽ വേണം.
ഇങ്ങനെ പല മെറ്റീരിയൽസ് വേണം ആ പേനയ്ക്ക് മാത്രമായിട്ട്. ഇനി ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലേബർ ഉണ്ടായിരിക്കും. ആ ലേബറിന്റെ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഒരു മെഷീൻ ആണെങ്കിൽ ആ മെഷീൻ ഉണ്ടാക്കിയ കോസ്റ്റും അതിന്റെ ഒരു ഡിപ്രിസിയേഷനും വരും. ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു 1,00,000 പേന ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ മെഷീന് 1,00,000 രൂപയും കോസ്റ്റ് വരുമെങ്കിൽ ഒരു പേനയുടെ മുകളിലേക്ക് എത്ര രൂപ വന്നു? 1,00,000 ഡിവൈഡ് ബൈ 1,00,000 പീസസ്, 1 രൂപ അല്ലെ. അതേപോലെ ഒരു ലേബർ ആണ് അതിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഒരു മണിക്കൂറിന് ഒരു 100 രൂപ കൊടുക്കണം എന്ന് വിചാരിക്കാം. അയാൾ ഒരു മണിക്കൂറിൽ 10 പേന ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു പേനയുടെ മുകളിലേക്ക് ലേബറിന് എത്ര കോസ്റ്റ് വന്നു? 10 രൂപ വന്നു. ഇത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റിലേക്ക് വരുന്ന മെറ്റീരിയൽസും ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസിന്റെ ഈ പ്രൊഡക്റ്റിലേക്കുള്ള ചാർജ്, ഇങ്ങനെയുള്ള കോസ്റ്റുകൾ അനലൈസ് ചെയ്യുന്ന ഒരു വിങ് ആണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്, CMA എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കോസ്റ്റ് ഓഡിറ്റ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി സൈൻ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് എന്ത് പറയാം? CMA കോഴ്സ്, ഇന്ത്യൻ CMA കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കാണ് അത്തരത്തിലുള്ള ഓഡിറ്റുകൾ സൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ CA, CS, CMA. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ കൊമേഴ്സ് ഇഷ്ടമാണ് പക്ഷെ മാത്സ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ എന്തോ ഓപ്റ്റ് ചെയ്യാം? CS ഓപ്റ്റ് ചെയ്യാം. കാരണം CS എന്തില്ല, കാൽക്കുലേഷൻസ് വളരെ കുറവാണ്, കൂടുതൽ എന്താണ് ലോ ആണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് നേരെ തിരിച്ചായിരിക്കും. എനിക്ക് പുറകിൽ കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത്. ചില ആളുകൾക്ക് നേരെ തിരിച്ചായിരിക്കും, എനിക്ക് ഫിഗേഴ്സ് ഇഷ്ടമാണ് പക്ഷെ നിയമങ്ങൾ മനപ്പാടാക്കാൻ അല്ലെങ്കിൽ തിയറി പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വിചാരിക്കാം. പത്രക്കാർക്ക് എന്ത് ഓപ്റ്റ് ചെയ്യാം? CMA ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ CA കുറച്ചും കൂടി റൂൾസ് വരും, CMA ഓപ്റ്റ് ചെയ്യാം. CMA എന്തല്ല, നമുക്ക് റൂൾസ് കുറവാണ്, കൂടുതൽ എന്താണ് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇഷ്ടങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള കോഴ്സസ് എവിടെ അവൈലബിൾ ആണ്? മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളത് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ കോർ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ CA പറഞ്ഞു, CS പറഞ്ഞു, CMA പറഞ്ഞു. ഒരു CA ACC നമ്മൾ വ്യത്യാസം എന്തായിരിക്കും? ഇതിൽ ഐഡിയ ഉണ്ടോ? CA എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ CA കോഴ്സാണ് CA എന്ന് പറയുന്നത്. ACC എന്ന് പറയുന്നത് UK, അതായത് യുണൈറ്റഡ് കിങ്ഡം, UK ഗവൺമെന്റ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു CA കോഴ്സാണ് ACC എന്ന് പറയുന്നത്. അപ്പൊ ആ കോഴ്സ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ടായിരിക്കും. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ പലരുടെ ആംബിഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ദുബായിലേക്കോ അല്ലെങ്കിൽ സിംഗപ്പൂർക്കോ ഒക്കെ ട്രാവൽ ചെയ്ത് അവിടെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ CAക്കും ഈക്വൽ റെസ്പെക്ട് ഉണ്ട് കേട്ടോ. അതായത് ചിലപ്പോൾ നമുക്കൊരു ധാരണയുണ്ട് ഫോറിൻ സാധനങ്ങൾ മാത്രമാണ് മികച്ചതെന്നുള്ളത്. അതേസമയം നമ്മൾ പുറത്താണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ നമുക്ക് CAക്കാളും കുറച്ചും കൂടെ എളുപ്പം ക്ലിയർ ചെയ്യാനും പെട്ടെന്ന് ജോബ് കിട്ടാനും ബെറ്റർ എന്തായിരിക്കും? ACC ആയിരിക്കും. പക്ഷെ അതേസമയം അവിടെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ACC പഠിക്കുന്നതിന് ഒത്തിരി കോസ്റ്റ് ഉണ്ട്, പഠിക്കുന്നതിനും കോസ്റ്റ് ഉണ്ട്, എക്സാം എഴുതുന്നതിനും കോസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം എന്ന് പറയാം. ഇപ്പോൾ ഇന്ത്യൻ CA നമ്മൾ ഇന്ത്യയിൽ ഉള്ള എക്സാം എഴുതുകയാണെങ്കിൽ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു 10,000 rupees ആണ് കോസ്റ്റ് വരികയെങ്കിൽ അവിടെ നമുക്ക് അതിലൊരു പേപ്പറിന് മാത്രം എത്ര കൊടുക്കേണ്ടി വരും? 10,000 അടുത്ത് നമ്മൾ ഫീസ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും ഡിഫറൻസ് ഉണ്ട് കോസ്റ്റിന്റെ ആംഗിൾ. പക്ഷെ ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് കുറച്ച്, കാരണം നമ്മൾ ഇത് തന്നെ ഈ കൊമേഴ്സ് സബ്ജക്ട്സിന് തന്നെ അപ്പുറത്ത് വേറെ ഒരു മെഡിസിൻ ഫീൽഡായിട്ടോ എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ ഒത്തിരി ചീപ്പറാണ് എന്ത് കൊമേഴ്സ് ഫീൽഡിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ കോസ്റ്റ് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. എനിക്ക് പുറത്തേക്ക് പോകാനാണ് താല്പര്യം തന്നെ, നിങ്ങൾക്ക് എന്താ ഓപ്റ്റ് ചെയ്യാം? ACC ഓപ്റ്റ് ചെയ്യാം. നേരെ മറിച്ച് ഇപ്പം ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. ഞാൻ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള കമ്പനീസിന്റെ ഓഡിറ്റിംഗ്, അവരുടെ അക്കൗണ്ടിങ്, അവരുടെ ബാലൻസ് ഷീറ്റുകൾ സൈൻ ചെയ്യുക, അത്തരം വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ ഇന്ത്യയിൽ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ഒരിക്കലും ACC എടുത്തിട്ട് കാര്യമില്ല. എനിക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനും ഇന്ത്യക്ക് അകത്തുള്ള ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് യൂസ് ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ CA എടുക്കണം. അപ്പൊ അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ നിങ്ങൾക്ക് CMA എന്ന് പറയുമ്പോൾ തന്നെ കൺഫ്യൂഷൻ വരാം. CMA ഉണ്ട്, US CMA ഉണ്ട്. അതായത് അമേരിക്കയിലെ ഒരു കരിക്കുലത്തിന്റെ ബേസിസിൽ നമ്മളിവിടെ ഇന്ത്യയിൽ നമുക്ക് CMA പാസ്സാകാൻ പറ്റും. പക്ഷെ ആ CMA എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ള ഒരു കോഴ്സാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ CMAക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ 3 ലെവലുണ്ട്. എൻട്രൻസ് ഉണ്ട്, ഇന്റർ ഉണ്ട്, ഫൈനൽ ഉണ്ട്. ഇതിനിടയിൽ 2 വർഷം വർക്ക് ചെയ്യണം, ഇങ്ങനെ കുറെ കടമ്പകളുണ്ട്. മറ്റേ നമുക്ക് 2 പേപ്പർ എഴുതിയാൽ മതി. ആ 2 പേപ്പർ ഓൺലൈനായിട്ട് ട്രിവാൻഡ്രത്തോ കോഴിക്കോടൊക്കെ നമുക്ക് പോയിട്ട് എക്സാം സെന്ററിൽ പോയിട്ട് എഴുതാൻ പറ്റും. എഴുതി കംപ്ലീറ്റ് 2 പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് US CMA കിട്ടി. അപ്പൊ അത് ഒരു എക്സാം വളരെ എളുപ്പമാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും കൂടെ മനസ്സിലാക്കണം, ഇത് പാസ്സായ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പം നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ നമ്മൾ അത് പാസ്സായിട്ട് ജോബ് മാർക്കറ്റിൽ വരുമ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഇന്ത്യൻ CMA പാസ്സായ ആൾക്ക് കിട്ടുന്ന അത്രയും റെക്കഗ്നീഷൻ ഒരിക്കലും US CMA കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടണമെന്നില്ല. അപ്പോൾ എന്താണോ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ ലിമിറ്റേഷൻസ്, എവിടേക്കാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, ഇത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 3 ഓപ്ഷൻ അല്ല പ്ലസ് ടുവിലുള്ളത്, 44 ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എന്താണോ നമ്മളുടെ അഭിരുചി എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീൽഡ് അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ പലതരം മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരല്ലേ? ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഫോൺ ഒരു എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലെ? ഇപ്പൊ കൊറോണ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫോൺ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഫേസ്ബുക്ക് ഒരു ആപ്ലിക്കേഷനാണ്, യൂട്യൂബ് ഒരു ആപ്ലിക്കേഷനാണ്. ഇതേപോലെ തന്നെ ഫിനാൻസ് ബേസ്ഡുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം പലതരം ആപ്പ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, അപ്പ് സ്റ്റോക്സ് ഉണ്ട്, സെറോദ ഉണ്ട് അല്ലെ? പിന്നെ ഈ ബിറ്റ് കോയിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, ട്രേഡിംഗ് ആപ്പുകൾ തന്നെ ഒരുപാടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫിനാൻസ് ആൻഡ് ടെക്നോളജിനെ കമ്പൈൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിൻടെക് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പൊ നിങ്ങൾ ബൈജൂസ് കേട്ടിട്ടില്ലേ? ബൈജൂസിനെ എന്ത് ക്ലാസിഫിക്കേഷനിലാണ് കൊണ്ടുവരാന്ന് പറയാം ആ കമ്പനീനെ? 90+ ട്യൂഷൻ ആപ്പ്. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ എഡ്യൂടെക് എന്ന് പറയാം. എഡ്യൂക്കേഷൻ എനേബിൾഡ് വിത്ത് ടെക്നോളജി. ഈ എഡ്യൂടെക്, ഫിൻടെക് ഇതൊക്കെ എന്നൊക്കെ പറയുന്നതൊക്കെ കോമ്പിനേഷൻസ് ആണ്. അതായത് ഇപ്പൊ നാളെ നമ്മൾ ജോബ് മാർക്കറ്റിൽ പോകുമ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ലിമിറ്റേഷൻ ഞാൻ പറയാം. എനിക്ക് അക്കൗണ്ടിങ് അറിയാം, ഓഡിറ്റിംഗ് അറിയാം, നല്ല രീതിയിൽ അറിയാം. പക്ഷെ എൻ്റെ അടുത്ത് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ശരിയല്ലേ? ഇത് ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ട്, പക്ഷെ അവർക്ക് എന്താ അറിയില്ല? അക്കൗണ്ടൻസി അറിയില്ല. അപ്പൊ ടാലി നിങ്ങൾ കേട്ടിട്ടില്ലേ? ടാലി യൂസ് ചെയ്ത് 10th വരെ ടാലി വരുന്നല്ലോ. ഓക്കെ, നിങ്ങൾ കൊമേഴ്സ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ മിക്കവാറും സ്ട്രീമുകളിലല്ല, അതായത് കൊമേഴ്സായിട്ട് ബന്ധപ്പെട്ട സ്ട്രീമുകളിലെല്ലാം നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിൽ ഒരു 40 മാർക്സിന് പ്രാക്ടിക്കൽ വരാൻ പോകുന്ന ടാലിയാണ്, അല്ലെങ്കിൽ ടാലി പോലെയുള്ള മറ്റ് അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻസ്. ഇപ്പം ഒരു കാലത്ത് വരെ നമുക്ക് ടാലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സോഹോ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ZOHO, സോഹോ കേട്ടിട്ടില്ല? ഓക്കെ, സോഹോ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാള് ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു വലിയൊരു എക്കോസിസ്റ്റം ആണ് സോഹോ എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം എന്ന് പറയാൻ കാരണം സോഹോ എന്ന് പറയുന്നത് സിംഗിൾ ആപ്ലിക്കേഷൻ അല്ല, ഒരുപാട് ആപ്പുകൾ ഉണ്ട് അതിനകത്ത്. സോഹോ ബില്ലിംഗ് ഉണ്ട്, സോഹോ ഇൻവെന്ററി ഉണ്ട്, സോഹോ ബുക്സ് ഉണ്ട്, സോഹോ ഓഡിറ്റ് ഉണ്ട്, സോഹോ മാനേജ്മെന്റ് ഉണ്ട്, സോഹോ CRM ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആപ്പുകളുടെ ഒരു കോമ്പിനേഷനാണ് സോഹോ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ടാലിക്ക് എന്തായിരുന്നു? ഒരു ഓൾട്ടർനേറ്റീവ് പോലെ വന്നൊരു സംഭവമായിരുന്നു സോഹോ. പിന്നെ അതേപോലെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നം എന്താ വെച്ചാല്, കോഡ് എഴുതാൻ അറിയുന്ന ആൾക്ക് അക്കൗണ്ടിങ് അറിയില്ല, അക്കൗണ്ടിങ് അറിയുന്ന ആൾക്ക് കോഡ് എഴുതാൻ അറിയില്ല. അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വർക്ക് ആവില്ല അല്ലെ? പറഞ്ഞത് എന്താ വെച്ചാല്, ഞാനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. അത് ഒരു 50% പരാജയപ്പെട്ടു, 50% വിജയിച്ചു. അപ്പൊ ഇത് ചെയ്യണ സമയത്ത് നമ്മൾ നേരിട്ട പ്രധാന പ്രശ്നം എന്താ വെച്ചാല്, ഈ ഡെബിറ്റും ക്രെഡിറ്റും കോഡ് എഴുതുന്നവർക്ക് മനസ്സിലാവില്ല. അവർക്ക് പ്ലസ് മൈനസ് അറിയുള്ളൂ, നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും അറിയുള്ളൂ. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ ഭയങ്കര ചലഞ്ചിങ്. അതായത് ഞാൻ ഫിസിക്കലി പോയിരുന്ന കോഡ് എഴുതേണ്ട ആവശ്യമില്ല, പക്ഷെ ഇതെനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയാ? അപ്പൊ അതേപോലെ തന്നെ അവർക്ക് ഇത് മനസ്സിലാക്കാനും പറ്റുന്നില്ല. സപ്പോസ് നിങ്ങളിൽ ഒരാൾക്ക് ഇത് രണ്ടും അറിയാമെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് കോഡ് എഴുതാനും അറിയാം, അക്കൗണ്ടിങ് അറിയാമെന്ന് വിചാരിക്കാം. ജോബ് മാർക്കറ്റിൽ നിങ്ങൾ ഡിമാൻഡ് ആലോചിച്ച് നോക്കൂ അല്ലെ? എത്ര വലുതായിരിക്കും. അതേപോലെ തന്നെ ഒരു വേറെ ഉദാഹരണം പറയാം. ഇപ്പം ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു കാര്യമാണ്, പലരും എഞ്ചിനീയറിംഗ് ചെയ്യും, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA എടുക്കും. എന്തായിരിക്കും അവരുടെ മോട്ടീവ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല കമ്പനികളിലും ഇപ്പോൾ ഒരു പോസ്റ്റാണ് സെയിൽസ് എഞ്ചിനീയർ. സെയിൽസ് എഞ്ചിനീയർ എന്താ? അപ്പോൾ അതായത് എനിക്കൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം. സപ്പോസ് എനിക്കൊരു ലാപ്ടോപ്പ് സെല്ല് ചെയ്യണം. ഞാനൊരു സെയിൽസ്മാൻ ആണ്, എനിക്ക് എഞ്ചിനീയറിംഗിൻ്റെതായിട്ടുള്ള യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഞാൻ എന്താ ചെയ്യുന്നത്? സെയിൽസ് ആണ് ചെയ്യുന്നത്. അതിന്റെ സെയിൽസ് മാനേജർ പോസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഞാനൊരു BCom കംപ്ലീറ്റ് ചെയ്തിട്ട് സെയിൽസിലേക്ക് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു MBA കഴിഞ്ഞ് സെയിൽസിലേക്ക് വന്ന ഒരാളാണ്. എനിക്ക് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ളതിന്റെ A to Z കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ അതേസമയം ആ കമ്പ്യൂട്ടറിന്റെ ഒരു കോമ്പോണന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്കറിയാൻ പറ്റില്ല. ഇതെല്ലാം അറിയുന്ന ഒരാൾ അപ്പുറത്തുണ്ട്. ആരാണ്? ഇതുണ്ടാക്കിയ എഞ്ചിനീയർ, അല്ലെങ്കിൽ ആ ഫീൽഡിലുള്ള ഒരു എഞ്ചിനീയർ. പക്ഷെ ആൾക്ക് എന്തില്ല? സെയിൽസ് സ്കില്ലില്ല. കമ്പനിക്ക് വേണ്ടത് ആരേനെ? ഇത് രണ്ടുള്ള ആളുകൾ തന്നെ. എനിക്ക് സെയിൽസ് ചെയ്യാനും പറ്റണം, എനിക്ക് ഇതിന്റെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് പറഞ്ഞു നടക്കാനും പറ്റണം. അപ്പൊ അതും എന്താണ്? ഒരു കോമ്പിനേഷനാണ്. ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉള്ള ഫീൽഡുകളുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ജോബ് മാർക്കറ്റിലും ഡിമാൻഡ്. അതായത് ഇങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി വിട്ടില്ല. നമ്മുടെ റെസ്യൂമിൽ പറയാണ് ഐ എം കോൺഫിഡൻറ്റ് ടു സെൽ സം പ്രൊഡക്റ്റ്, സെയിം ടൈം എനിക്ക് അതിന്റെ സർവീസും അറിയാം, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ടെക്നിക്കൽ നോളജ് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ആൾക്ക് എന്തായിരിക്കും ജോബ് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. നമുക്കൊരു കോഡിങ്ങും അറിയാം, അക്കൗണ്ടിങ്ങും അറിയാമെങ്കിൽ നമുക്ക് ഡിമാൻഡ് കൂടുതലാണ്. അങ്ങനെയുള്ള കോമ്പിനേഷൻ ഫീൽഡുകൾ നമ്മൾ കണ്ടെത്തണം, അതിലേക്ക് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിഷ എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടോ? നിഷ, NICHE ഇല്ല. നിഷ എന്ന് പറഞ്ഞാല് ഇപ്പം എന്തെങ്കിലും ഒരു ആസ്പെക്ട്, ഇപ്പൊ മൂവി റിവ്യൂ അല്ലെ, മൂവി റിവ്യൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ഓരോ പേരുകളായിരിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരെന്തായിരിക്കും? ഏതെങ്കിലും ഒന്ന് രണ്ട് പേര്. അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ പോകാറുണ്ടോ? ഇങ്ങനെ റിവ്യൂ കേട്ടിട്ട് പോകുന്നവരാണോ അത് വെറുതെ ജസ്റ്റ് നേരത്തെ പറഞ്ഞ ബ്ലൈൻഡ് ആയിട്ട് പോകുന്നവരാണോ? റിവ്യൂ കേട്ടിട്ട് പോകും. കുറെ ആൾക്കാർ റിവ്യൂ വെക്കോ, ഒന്ന് രണ്ട് പേരുടെ നിങ്ങളുടെ സെൽഫ് ആൾക്കാർ മാത്രം റിവ്യൂ വെക്കോ? സെൽഫ്. ഓക്കെ, നിങ്ങൾ പറയണ്ട, ആരോ ആയിക്കോട്ടെ. അപ്പം ആ മൂവി റിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ആ കണ്ടന്റ് ഇൻഡസ്ട്രിയിൽ, കണ്ടന്റ് ക്രിയേഷൻ ഇൻഡസ്ട്രി, അതിപ്പോ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ കണക്കാക്കണം. കാരണം ഇപ്പൊ ലാസ്റ്റ് യൂട്യൂബ് വന്ന റിപ്പോർട്ടിൽ പറയുന്നത് 21,000 കോടി രൂപ ഇന്ത്യയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുത്തെന്ന് പറയുന്നത്. 21,000 crores ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്കണോമിക്സ് അറിയാം നിങ്ങൾക്ക്? ഇല്ല. അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന പല യൂട്യൂബ് ചാനൽസും ഇല്ലേ, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആഡ് കാണുന്നുണ്ട് അല്ലെ. ഈ ആഡ് കാണുന്ന സമയത്ത് ആ ആഡ് കാണാൻ കാരണമായത് ആരാണ്? ആ കണ്ടന്റ് ക്രിയേറ്റർ, കണ്ടന്റുകാരനാണ്. അപ്പൊ യൂട്യൂബിനെ സംബന്ധിച്ച് ആ കണ്ടന്റ് ക്രിയേറ്റർക്ക് ഈ ആഡ് കമ്പനി കൊടുക്കുന്ന, അല്ലെങ്കിൽ ആഡ് കൊടുക്കാനായിട്ട് ഒരു കമ്പനി കൊടുക്കുന്ന റവന്യൂവിന്റെ ഒരു പോർഷൻ ആരും എന്ത് ചെയ്യും, ഈ കണ്ടന്റ് ക്രിയേറ്റർക്ക് കൊടുക്കും. അത് നിങ്ങൾക്ക് അറിയില്ലേ? പൈസ കിട്ടുന്ന സംഭവം എന്നറിയില്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതൊരു ഇൻഡസ്ട്രി ആയിട്ട് വന്നു. അത് ഒരുപാട് ആളുകൾ, ചില ആളുകൾ വളരെയധികം പ്രൊഡക്ഷൻ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വീഡിയോസ് കൊണ്ടുവരുന്നു, ചില ആളുകൾ ജസ്റ്റ് റാൻഡം ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുന്നു. എന്ത് തന്നെ ആയാലും ആ ഇടുന്നത് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു റവന്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ ചില ഫീൽഡിൽ നമ്മളെ ശ്രദ്ധിക്കപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു നിഷ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പം വണ്ടികൾ റിവ്യൂ, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പല ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഈ അടുത്ത് കണ്ട ഒരാളുടെ ഒരു ഫീൽഡാണ്, പുള്ളി ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ മറ്റാണ്. ആളെ എടുത്തിരിക്കുന്ന നിഷ ഫീൽഡ് എന്ന് പറയുന്നത് കാറുകളുടെ ഉള്ളിലുള്ള സ്റ്റീരിയോ സിസ്റ്റം, അതിന് ട്യൂണിങ്ങാണ് പുള്ളി എടുത്തിരിക്കുന്നത്. അത് എനിക്ക് വളരെ കൗതുകം തോന്നി. അതായത് ഒരു കാറ് മൊത്തത്തിൽ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു, അതിനകത്ത് പോയിട്ട് ചെറിയൊരു സാധനം എടുത്ത്, എന്താ എടുത്തത്, ഇതിന്റെ മ്യൂസിക് സിസ്റ്റം. അപ്പം പല കാറുകളും പുള്ളി കയറിയിരിക്കുന്നു, പുള്ളി വേറെ ഒന്നുമില്ല, വണ്ടിയുടെ ആക്സിലേറ്ററോ ഗിയറോ ഒന്നുമില്ല, ജസ്റ്റ് പുള്ളി എന്ത് ചെയ്യും, മ്യൂസിക് സിസ്റ്റം ഓൺ ആക്കുന്നു, സൗണ്ട് കേൾക്കുന്നു, ഓക്കെ ഇത് കൊള്ളാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ട്യൂൺ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള റിവ്യൂ പറയുന്നു. അപ്പൊ നാളെ നമുക്ക് ഈ ഒരു ഫീൽഡ്, അല്ലെങ്കിൽ നമ്മുടെ കാർ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ ഒരു മ്യൂസിക് സിസ്റ്റം ട്യൂൺ ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ പോകും, ആ ഒരു പെർട്ടിക്കുലർ ആളുടെ അടുത്ത് തന്നെ നമ്മൾ പോകും. അതേപോലെ നമ്മൾ ചില ന്യൂസ് ചാനൽ ഡിബേറ്റുകളൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ചില വിഷയങ്ങൾ വരുമ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട്, ഒരു വലിയൊരു സബ്ജക്റ്റില് ചെറിയൊരു പോർഷൻ. അപ്പൊ അത്തരത്തിലുള്ള നമ്മളുടെ എക്സ്പെർട്ടൈസ് ഉള്ള കൊച്ചു കൊച്ചു മേഖലകളിൽ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിൽ റിക്വയർമെന്റ് വന്നാൽ നമ്മളെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ക്ലയൻസ്, അല്ലെങ്കിൽ നമ്മളെ മാത്രമാണ്, അല്ലെങ്കിൽ കമ്പനീസ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള നിഷ ഫീൽഡ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് ആവേണ്ടത്. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചായിരിക്കാം. അപ്പൊ ആ നിഷ ഫീൽഡ് കണ്ടെത്തുക, കോമ്പിനേഷൻസ് കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് നാളത്തെ ജോബ് മാർക്കറ്റിൽ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഒരു കോഴ്സിനെയും കുറച്ച് കാണുകയല്ല. ഈവൻ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പാസ്സാവുന്ന സമയത്ത് എന്നോട് അന്ന് ഞാൻ പറഞ്ഞില്ല 8ാം ക്ലാസ് ലീഫ്ലെറ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സാലറി 2.5 ലക്ഷം കിട്ടുന്ന പറഞ്ഞു. അന്ന് ഒരു പക്ഷെ കിട്ടിയിരുന്നിരിക്കാം. ഇപ്പൊ പക്ഷെ നിങ്ങൾ CA കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫ്രഷറായിട്ട് ഒരു ഇൻഡസ്ട്രി കയറുകയാണെങ്കിൽ ഒരു 75,000 മുതലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഇപ്പോഴത്തെ റിയൽ മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ കഴിവും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻ സ്കില്ലൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് കയറി. സ്റ്റാർട്ടിങ് സാലറി ഇതാണ്. അപ്പൊ അതേപോലെ നമ്മളൊരു കൺവെൻഷണൽ കോഴ്സ്, BCom ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ BSc സയൻസ് ആയിക്കോട്ടെ, എന്ത് കോഴ്സ് ആണെങ്കിലും ആ കൺവെൻഷണൽ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. നമുക്ക് അതിനകത്ത് എന്ത് വ്യത്യസ്തത ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് എന്ത് ഫീൽഡിലേക്ക് എനിക്ക് അതിൽ തിരിയാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊരു ആഡ് ഓൺ കോഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റും, എന്ത് അഡീഷണൽ വാല്യൂ എനിക്ക് എൻ്റെ എംപ്ലോയർക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. അതായത് നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ആരെ കാറ്റർ ചെയ്യേണ്ടത്, എൻ്റെ കസ്റ്റമേഴ്സിനെയാണ്.
അല്ല, ഞാൻ വേറെ ആളുടെ അണ്ടറിൽ വർക്കിന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ആരെയാണ് കാറ്റർ ചെയ്യേണ്ടത്? എന്റെ എംപ്ലോയറിനെയാണ്. അപ്പൊ എനിക്ക് എന്ത് ഡിഫറെന്റ് വാല്യൂ എംപ്ലോയർക്ക് കൊടുക്കാൻ പറ്റും, അതാണ് എന്റെ പവർ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. CFA എന്നുള്ള കോഴ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CFA എന്താ? CFA കേട്ടിട്ടുണ്ട്. ഓക്കെ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയും CFA. അതുപോലെ തന്നെ ഈ CFA കോഴ്സ് എന്ന് പറഞ്ഞാൽ CFA കോഴ്സും ഉണ്ട്, CFP കോഴ്സും ഉണ്ട്. CFA എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, CFP എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ. ഈ കോഴ്സുകൾ എന്ന് പറയുന്നത് ഇതും നമ്മുടെ ഗവൺമെന്റ് ഓതറൈസ്ഡ് കോഴ്സുകൾ തന്നെയാണ്. ഇപ്പം ചില മാഗസീൻസ് ഒക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തുണ്ടായിരിക്കും എൻ്റെ മാസ ശമ്പളം എത്ര രൂപയാണ്, എനിക്ക് ഇത്ര രൂപയുടെ കടമുണ്ട്, എനിക്ക് ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ എൻ്റെ മകൾക്ക് ഇന്ന കോഴ്സിന് പഠിക്കണം, ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, ഞാൻ ഏത് രീതിയിൽ എൻ്റെ ഫിനാൻസ് അറേഞ്ച് ചെയ്യണം, അത്ര ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആൻസർ ഉണ്ടായിരിക്കും, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ ഇത്ര രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, ഇത്ര രൂപ നിങ്ങൾ സേവ് ചെയ്യണം, അത് ഇത്ര ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലോ ഒരു ഓഹരിയിലോ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര വർഷത്തിൽ ഇത്ര രൂപ തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടായിരിക്കും അതിനകത്ത്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അത് ഒരിക്കലും ഒരു മാഗസിൻ വഴിയാണ് ചെയ്യണമെന്നില്ല, ഇത് ഇൻഡിവിജ്വൽ ചെയ്യുന്നവരുണ്ട്. ഇപ്പം എനിക്ക് എന്റെ ഫിനാൻസ് ഒന്ന് സ്ട്രക്ചർ ചെയ്യണം, എന്റെ ഇൻകം എന്റെ എക്സ്പെൻസ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം, എനിക്കൊരു 10 വർഷത്തിനുള്ളിൽ ഇത്ര രൂപ എന്റെ കയ്യിൽ ബാലൻസ് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ കൺസൾട്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനെ കൺസൾട്ട് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ആരെ കൺസൾട്ട് ചെയ്യാം? ഈ CFP കംപ്ലീറ്റ് ചെയ്ത ആളെ കൺസൾട്ട് ചെയ്യാം. അപ്പൊ അവരെന്ത് ചെയ്തു തരും? നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തു തരും. അത് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്, അതിനാണ് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ എന്ന് പറയുന്നത്. സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പല അവസരത്തിലും കേട്ടിട്ടുണ്ടായിരിക്കും ഷെയർ മാർക്കറ്റ് അല്ലെ, ഷെയർ ഇത്ര രൂപ പൊങ്ങി, ഇത്ര രൂപ താഴ്ന്നു, ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു, ഷെയർ മാർക്കറ്റ് കുതിച്ചുയർന്നു, അതേപോലെ ഇന്ന ഷെയറിന്റെ വില ഇത്ര വർഷം കഴിയുമ്പോൾ, ഒരു 3 വർഷം കഴിയുമ്പോൾ കൂടുതലായിരിക്കും കുറവായിരിക്കും, അത്തരത്തിലുള്ള കമന്റുകളൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടേക്ക് ന്യൂസ് പേപ്പേഴ്സ് വായിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അപ്പം അതിനെ കുറിച്ചല്ല, അതായത് ഷെയർ മാർക്കറ്റിലെ ഷെയർസിന്റെ മൂവ്മെന്റ് അനലൈസ് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും CFA എന്ന് പറയുന്നത്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയും. ഇതെല്ലാം നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞോ, കാരണം ചില കോഴ്സുകൾക്ക് ഡിഗ്രി കമ്പൽസറി ആണ്, ഡിഗ്രി ഉണ്ടെങ്കിൽ എനിക്ക് ആ കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ +2 + ഡിഗ്രി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കോഴ്സിലാണ് CFA CFP എന്നെല്ലാം പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് കൊമേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ ആദ്യം പറഞ്ഞ് തിരിച്ചു വരാം. പ്രൊഫഷണൽ കോഴ്സസ്, എംപ്ലോയ്മെന്റ്, ദെൻ ഓണ്ടർപ്രണറിയൽ കോഴ്സസ്, കോഴ്സ് അല്ല ഓണ്ടർപ്രണറിയൽ വർക്ക്, അതായത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും? കൊമേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ബിസിനസ് തുടങ്ങി, എനിക്ക് എൻ്റെ അക്കൗണ്ടിങ് ചെയ്യണം, ഞാൻ സ്റ്റാഫിനെ വെച്ചാൽ പോലും അവരത് കൃത്യമായിട്ടാണ് ചെയ്യണമെന്നാണെങ്കിൽ എന്ത് വേണം? എനിക്ക് ഇതിനെ കുറിച്ചൊരു നോളജ് വേണം. അപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ബേസിക്കലി ഒന്നെങ്കിൽ കൊമേഴ്സിൽ കോഴ്സായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ കൊമേഴ്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കണം. അത് ഓഫ് ദ സിലബസ് ആണെങ്കിലും പ്രശ്നമില്ല, ആ രീതിയിൽ ആ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ഓണ്ടർപ്രണറിയൽ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങാനായിട്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ എന്താ? ഇൻസ്റ്റാഗ്രാം ആണോ? യൂട്യൂബ്? ഓക്കെ, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് രണ്ടും എടുക്കാം. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴും യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് കുറെ ആഡുകൾ വരാറുണ്ട് ഇല്ലേ? ആ ആഡ് എങ്ങനെ നമ്മൾക്ക് റീച്ച് ആവുമെന്ന് തോന്നിയിട്ടുണ്ട്? എന്താ അതിന്റെ പുറകിലെ ഒരു ആക്ടിവിറ്റി എന്ന് തോന്നിയിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ ആഡ് കാണിച്ചു തരാണോ? അല്ല. ഇപ്പൊ എനിക്കൊരു ട്രാവൽ ഏജൻസി ഉണ്ട്. ഈ ട്രാവൽ ഏജൻസിയെ കുറിച്ച് എനിക്കൊരു കുറച്ച് ആളോട് പറയണം. എനിക്ക് പല രീതിയിൽ പറയാം. ഒന്നിനെ നമ്മൾ പറയും ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയും. ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും പൈസ കൊടുത്ത് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പകരം ഞാൻ ബിസിനസ് ചെയ്യുന്നു, കുറച്ച് ആളുകൾ വരുന്നു, അവർക്ക് നല്ല സർവീസ് കൊടുക്കുന്നു, അവരുടെ മൗത്ത് പബ്ലിസിറ്റി ഉപയോഗിച്ച് അടുത്ത ആളുകൾ വരുന്നു, അവർക്ക് സർവീസ് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രോത്തിന് നമ്മൾ എന്ത് പറയാം? ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയാം. മറ്റേന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത് മാർക്കറ്റിൽ ബൂസ്റ്റ് ചെയ്യണം. അപ്പം എനിക്കൊരു ആഡ് ബഡ്ജറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു മാസം ഒരു 30,000 രൂപ എനിക്ക് അഡ്വർടൈസ്മെന്റ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്ന് എന്റെ മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്തു. ഈ 30,000 രൂപ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട്. എങ്ങനെയൊക്കെ എനിക്ക് സ്പെൻഡ് ചെയ്യാം? ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കാം, മൈക്ക് കെട്ടി അനൗൺസ് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ ആഡ് കൊടുക്കാം, എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും കണ്ടന്റ് ചെയ്യിക്കാം അല്ലെ? ഇങ്ങനെ പല ഓപ്ഷൻസ് എനിക്കുണ്ട്. അപ്പോൾ ഏതായിരിക്കും എന്റെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ നോക്കണം. ഇപ്പൊ ചില ബിസിനസ്സുകൾക്ക് നമ്മൾ മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നാട്ടിലെ ഒരു ഫുട്ബോൾ ക്ലബിന്റെ 7th ഫുട്ബോൾ ടൂർണമെന്റ് കൂടുതൽ നമ്മൾ എങ്ങനെ കണ്ടിട്ടുള്ളത്? മൈക്കിൽ അനൗൺസ് ചെയ്യുന്നത്. കാരണം ഈ പ്രദേശത്തേക്ക് ഈ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടി എത്തിച്ചേരാൻ കഴിയുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെ? നേരെ മറിച്ച് നമ്മളുടെ ഇപ്പം
ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വരുന്ന ആഡുകളൊക്കെ എന്താണ് എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇപ്പൊ നിങ്ങൾ 10th പാസ്സായി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആഡ് എങ്ങനത്തെ ആയിരിക്കും? പലതരം കോഴ്സുകളുടെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂസ് വരുന്ന ആഡ് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പൊ അതെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഈ നേരത്തെ പറഞ്ഞ 30,000 രൂപ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതിനകത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് 15,000 രൂപയാണെന്ന് വിചാരിക്കാം. ഈ 15,000 രൂപേനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. യൂട്യൂബിൽ എത്ര കൊടുക്കണം, ഇൻസ്റ്റാഗ്രാമിൽ എത്ര കൊടുക്കണം, ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. 7,500 വെച്ചു. അപ്പൊ എന്റെ ഡിജിറ്റൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളടുത്ത് ഞാൻ പറയാണ്, നിനക്ക് ഈ മാസം സ്പെൻഡ് ചെയ്യാൻ എത്ര രൂപയുണ്ട്? 7,500 രൂപയുണ്ട്. ഇത് നിങ്ങൾ ഏത് രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നു ആ രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോണ സമയത്ത് എന്റെ ആഡ് ബൂസ്റ്റ് ചെയ്യട്ടെ, ഞാൻ പ്രോഗ്രാം കാണാനല്ല അല്ലെങ്കിൽ എന്റെ കണ്ടന്റ് കാണാനല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എന്റെ ആഡ് ആയിട്ട് പോണ സമയത്ത് ഇൻസ്റ്റാഗ്രാം എന്നോട് പറയും, നിങ്ങൾക്ക് എന്താ ആഡാ കൊടുക്കാനുള്ളത്? ഓക്കെ, എന്റെ കണ്ടന്റ് ഇതാണ്, ഒരു റീലാണ്. ഈ റീൽ അപ്പൊ ചോദിക്കും നിങ്ങൾ എത്ര ആളുകളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിൽ എത്തിക്കണം. അപ്പൊ ഞാൻ പറയണം എന്റെ ഒരു ടൂർ പ്രോഗ്രാം ആണ്, അപ്പൊ ഒരു 18 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെ ഉള്ള ആളുകളിലേക്കാണ് ഇത് എത്തേണ്ടത്. ഇനി അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീനിയർ സിറ്റിസൺ സ്പെസിഫിക് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു 50+ ഉള്ള ആളുകളിലേക്കാണ് എത്തിക്കേണ്ടത് എന്നാണ് എന്റെ മനസ്സിലുള്ളതായിരിക്കും. അപ്പൊ ഏജ് ഗ്രൂപ്പ് കൊടുത്ത് 18 to 40. അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഏത് പ്രദേശത്തുള്ള ആളുകളാണ് ഇത് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യണത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ തായ്ലൻഡ് ട്രിപ്പാണെന്ന് വിചാരിക്കും. അപ്പൊ ഇനി കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയാണ് ഇത് കാണിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ അത് ചൂസ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഓരോ മാട്രിക്സ് കൊടുക്കുക അല്ലെങ്കിൽ പാരാമീറ്റർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു ആഡ് നിങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു 4,000 ആളുകളിലേക്ക് 40,000 ആളുകളിലേക്ക് ഈ ആഡ് എത്തിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യും? എന്റെ കയ്യിൽ നിന്ന് 7,500 രൂപ വാങ്ങിച്ച് കയ്യിൽ വെക്കും. അപ്പൊ ഈ ആഡ് പ്ലേസ്മെന്റ് വളരെ കറക്റ്റ് ആയിരിക്കണം. അതായത് 4,000 ആളിത് കാണുമ്പോൾ അതിനകത്ത് 40 ആളെങ്കിലും എന്ത് ചെയ്യണം? ഇതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യണം. അതിനകത്ത് 4 ആളെങ്കിലും ഇത് വാങ്ങിക്കണം. ഇത്രയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? കറക്റ്റ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ആയിരിക്കണം ഇത് പോണുണ്ടാവാം. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലാത്ത ഒരു 40,000 ആളാണ് ഇത് കണ്ടതെന്ന് വിചാരിക്കാം, ഒരു ലീഡും വരില്ല. ശരിയല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ആര്? ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾ. ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഫീൽഡ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡുകളിലേക്ക് നമുക്ക് എവിടേക്ക് പോകാം? കൊമേഴ്സ് ഫീൽഡ് കഴിഞ്ഞിട്ട് തിരിയാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ വരുന്ന എന്താണ്? ഒരു കസ്റ്റമറിന്റെ പ്രിഫറൻസ്, അവരുടെ ടേസ്റ്റ്, അതെങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാം, എങ്ങനെ അതിനെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം, ആ വേർഡ് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആവാൻ നിന്ന് കൊടുക്കുകയാണ്. നമ്മൾ അതർ സൈഡ് ഓഫ് ദി ടേബിൾ നമ്മളൊരു മാർക്കറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രോപ്പറായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടത്. എക്സ്പ്ലോയിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ആർക്കാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൽ നിന്ന് പ്രോഫിറ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് തിരിയാൻ, അത്തരം ഫീൽഡുകളിലേക്ക് തിരിയാൻ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് തിരിയാൻ എന്ത് സാധിക്കും? കൊമേഴ്സ് സ്ട്രീമിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കൺവെൻഷണൽ കോഴ്സ്, ഇപ്പൊ BCom എന്നുള്ള കോഴ്സ് നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലേ? ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെ അണ്ടറിൽ കോളേജുകളുണ്ട്. ഇപ്പൊ ശ്രീകൃഷ്ണ കോളേജ് അല്ലെങ്കിൽ കേരളവർമ്മ കോളേജ്, ഇത്തരം കോളേജസ് ഉണ്ട്. ഈ കോളേജിൽ പോയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ CA, CS, CMA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു കോളേജ് സംവിധാനം ഇല്ല. നമുക്ക് യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് CA എടുക്കുമ്പോൾ എത്ര വർഷം വരും എന്ന് വെച്ചാൽ 3 സെക്ഷൻ ആണെന്ന് പറഞ്ഞു. നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഫൈനൽ ഉണ്ട്. നിങ്ങൾക്ക് +2 കംപ്ലീറ്റ് ചെയ്ത ഉടനെ, ഇത് മാർച്ചിൽ നിങ്ങളുടെ +2 എക്സാം കഴിഞ്ഞാൽ ആ ജൂണിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫൗണ്ടേഷന് അപ്പിയർ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ +2 പഠിക്കുന്നതിനൊപ്പം തന്നെ ഇതിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇപ്പൊ സൺഡേ ക്ലാസ്, ഇപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്ത ഒരാളായിരുന്നു. അതായത് നമ്മൾ +1 ജോയിൻ ചെയ്യുന്നതൊപ്പം തന്നെ ഞാൻ എൻ്റെ നാട്ടിൽ കുന്നംകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ നമുക്ക് റെഫർ ചെയ്യാത്തത്, അവർ ക്ലോസ് ചെയ്ത് പോയി. തൃശ്ശൂർ അവൈലബിൾ ആണ്, ഓൺലൈൻ ക്ലാസ് അവൈലബിൾ. അപ്പൊ അത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൺഡേ ക്ലാസ്സിന് ചേർന്നു. അപ്പൊ എവറി സൺഡേ 2 hours. കാരണം അതിനൊരു ബെനിഫിറ്റും കൂടി ഉണ്ട്. എന്താണോ നമ്മളുടെ +2 സിലബസിൽ നമ്മൾ പഠിക്കുന്നത്, കൊമേഴ്സ്, മാത്സ്, അതായത് ഈ ഫൗണ്ടേഷൻ 4 സബ്ജക്ട്സ് ആണുള്ളത്. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്. ഇത് 3 നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്? +2 പഠിക്കുന്നുണ്ട്, +2 കൊമേഴ്സിലും പഠിക്കുന്നുണ്ട്, CP അതായത് ഫൗണ്ടേഷനും പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് +2 ചിലർക്ക് ഉണ്ടാവില്ല, മാത്സ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എടുത്ത കോമ്പിനേഷനും
കോമ്പിനേഷൻ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്കൂളാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇപ്പം നിങ്ങൾക്ക് കൊമേഴ്സ് മാത്സ് എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നിയർ ബൈ സ്കൂളുകളിൽ കൊമേഴ്സ് മാത്സ് ആയിരിക്കില്ല കോമ്പിനേഷൻ. അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ എവിടെ പഠിക്കുന്നത്? കടവല്ലൂർ GHSS അവിടെ കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലേ. അപ്പൊ ആ സ്കൂളിലാണ് നമ്മൾ കൊമേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ അതേ ഉണ്ടാവുള്ളൂ. കൊമേഴ്സ് മാത്സ് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ നമ്മൾ ചിലപ്പോൾ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പഠിക്കുന്ന കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കൊമേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും പ്രശ്നമില്ല. ഈ ഫൗണ്ടേഷൻ വേണ്ട മാത്സ് സബ്ജക്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ പഠിക്കേണ്ടി വരും. ഈ സിലബസിന് പുറത്തുനിന്ന് പഠിക്കേണ്ടി വരും. ബാക്കി എല്ലാം ഒരുവിധം സെയിം ആണ്. അപ്പോൾ ഒരേ സമയം ഈ രണ്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മാർച്ചിൽ എക്സാം കഴിഞ്ഞാൽ ജൂണിൽ നമുക്ക് ഫൗണ്ടേഷൻ എഴുതാം. ജൂണിൽ ഫൗണ്ടേഷൻ, ജൂലൈ നമുക്ക് റിസൾട്ട് വരും. എങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോവാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ CA ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് കയറാൻ പറ്റും. അതായത് CA ഇന്റർമീഡിയറ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻട്രൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇന്ററിലേക്ക് കയറാം. ഇന്റർ കോഴ്സ് ഒരു 9 months ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അത് 2 ഗ്രൂപ്പ് എക്സാം ഉണ്ട്. ഓൾമോസ്റ്റ് 1 year എടുക്കും ആ ഒരു ഇന്റർമീഡിയറ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ 2 വർഷം നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അത് കഴിഞ്ഞ ഒരു 6 മാസം നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റും. ഓൾ ടുഗദർ ഒരു 3-3.5 വർഷത്തിനുള്ളിൽ നമുക്ക് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഫൗണ്ടേഷന് ശരിക്കും പറഞ്ഞാൽ അധികം വർഷം വേണ്ട, കാരണം ആ ജൂണിൽ തന്നെ അത് കഴിയും. ഇന്റർമീഡിയറ്റിന് 1 വർഷം, 2 വർഷം നമ്മുടെ ആർട്ടിക്കിൾഷിപ്പ് വരും. പിന്നെ ഒരു 6 മാസം to 1 വർഷം വരെ ഫൈനലിൽ. 4 വർഷം മാക്സിമം, 3.5 to 4 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആവറേജ് സ്റ്റുഡൻസിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് തന്നെയാണ് CA. ഒരിക്കലും ഒരു ബാലികാറന്മാരോട് വിചാരിക്കരുത് അങ്ങനെ. അതായത് എല്ലാവരും CA എടുക്കണം നല്ലതിന് പറഞ്ഞ അർത്ഥം കേട്ടോ. നിങ്ങൾക്ക് CA എന്നുള്ള കോഴ്സ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് CA എന്നുള്ള കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇത് കൊള്ളാൻ തോന്നിയിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു സംശയത്തിന് മുകളിലാണ് നിങ്ങൾ എടുക്കാതിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് നിങ്ങൾ, ആവറേജ് മാർക്കിന്റെ ബേസിൽ പറയുന്നത്, ഒരിക്കലും അങ്ങനത്തെ ടേംസ് പറയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് മികച്ച കുട്ടി, ആവറേജ് കുട്ടി, അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും അത്യാവശ്യം നമ്മളെ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പഠിച്ച ചോദ്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പാരാമീറ്ററോ നിങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും കൊടുക്കണ്ട. എങ്കിൽ പോലും ഞാൻ പറയാണ്, നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ സബ്ജക്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് CA ക്ലിയർ ഒരു ബുദ്ധിമുട്ടില്ല. അത് പേടിച്ചിട്ട് ആരും ഇതിന് പോകാതിരിക്കരുത്. അതല്ലാത്ത കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ആ പ്രൊഫഷൻ ഇഷ്ടമല്ല, ഓക്കെ, ദാറ്റ്സ് ഫൈൻ, പ്രശ്നമല്ല. പക്ഷെ ഒരിക്കലും പേടി കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരാതിരിക്കരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആൻസർ തന്നെയാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായിട്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതായത് ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ചിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഈ ബ്രാഞ്ചിൽ പോയിട്ട് പഠിക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. അതേസമയം ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പം ഒരു ഉദാഹരണം പറയാം, ഗവൺമെന്റ് സ്കൂളിൽ ഫ്രീ ആയിട്ട് സ്കൂളിംഗ് ഉണ്ട്. പക്ഷെ ചിലരെന്ത് ചെയ്യും, അവരുടെ താല്പര്യപ്രകാരം, പാരന്റ്സിന്റെ താല്പര്യപ്രകാരം ഒരു പ്രൈവറ്റ് സ്കൂളിലായിരിക്കും പഠിക്കുന്നുണ്ടാവും. അതേപോലെ ഇവിടെയും ചാപ്റ്റേഴ്സ് ഫ്രീ ആയിട്ട് തരില്ല, ഫീസ് ഉണ്ട്. പക്ഷെ ഒരു മിനിമം ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്നല്ല പറ്റുമല്ലോ. ഞാൻ നേരത്തെ പ്രൊഫഷന്റെ കാര്യം പറഞ്ഞാൽ ബാങ്ക് ടെസ്റ്റ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാങ്ക് ടെസ്റ്റ് മാത്രമല്ല, കൊമേഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക്, അതായത് ടെറ്റ്, നെറ്റ് അങ്ങനത്തെ എക്സാമുകളുണ്ട്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, കേട്ടറ്റ്. ഇത്ര എക്സാമുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൽ ലെക്ചേഴ്സ് ആയിട്ട് കയറാൻ പറ്റും. ഇപ്പം നിങ്ങൾ MCOM കംപ്ലീറ്റ് ചെയ്യാം, BCOM MCOM കംപ്ലീറ്റ് ചെയ്യാം, നെറ്റും പാസ്സായി കഴിഞ്ഞാൽ കോളേജിൽ കയറാൻ പറ്റും. PSC എഴുതാട്ടോ, അതും ഉണ്ട്. അത് BCOM കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഏത് ഫീൽഡിലാണെങ്കിലും, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫീൽഡിലടക്കം ഇതിനെല്ലാം ഈക്വലന്റ് പോസ്റ്റുകൾ ഗവൺമെന്റിലുണ്ട്, ഗവൺമെന്റിനകത്ത്. മറ്റേ നമ്മൾ പുറത്തുനിന്ന് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ സൈൻ ചെയ്യുകയെല്ലാം ചെയ്യുന്നത്. നേരെ മറിച്ച് ഗവൺമെന്റ് ഇതേ റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റുകളിലേക്ക് ഗവൺമെന്റ് PSC ടെസ്റ്റ് വിളിക്കും. PSC ടെസ്റ്റ് വിളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PSCയിൽ കയറാൻ പറ്റും. അതുപോലെ ഇൻകം ടാക്സ് ഓഫീസറായിട്ട് കയറാൻ പറ്റും. ആ ഇൻകം ടാക്സ് ഓഫീസറുടെ പോസ്റ്റിലേക്ക് നമുക്ക് UPSC വഴി കയറാൻ പറ്റും. ഇനി നിങ്ങൾ സിവിൽ സർവീസ് നോക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പൊ സിവിൽ സർവീസിലേക്ക് പോണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സിവിൽ സർവീസ് പോലെ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് അറിയാവുന്ന തരും. IAS IPS മാത്രമല്ല സിവിൽ സർവീസ്, അതറിയാവോ? ഇല്ല, ഓക്കെ. സിവിൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്യാം. +2 കംപ്ലീറ്റ് ചെയ്തിട്ട് എനി ഡിഗ്രി, അത് ഏതും ആവാം, BCOM ആവാം, BSc ആവാം, BA ആവാം, എനി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു എക്സാം എഴുതണം. ആ എക്സാം എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ പ്രിലിമിനറി എൻട്രൻസ് പോലത്തെ എക്സാമാണ്. പ്രിലിമിനറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൻ സബ്ജക്റ്റ് ഉണ്ട്. ഈ മെയിൻ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്.
ഒരിക്കലും സിവിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നല്ല. ഇപ്പൊ നമുക്ക് റാങ്ക് വരുമ്പോൾ നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും സിവിൽ സർവീസ് പാസ്സായിട്ടുണ്ടോ? ഇല്ല. ന്യൂസ് പേപ്പറിൽ റാങ്കുകൾ ഒന്ന് കണ്ടിട്ടുണ്ടോ? അതായത് 50ാമത്തെ റാങ്ക് കേരളത്തിന് കിട്ടി, അല്ലെങ്കിൽ ടോട്ടൽ 1ാമത്തെ റാങ്ക് കേരളത്തിലായി. അവരെല്ലാവരും പഠിക്കുന്ന ഒരേ പരീക്ഷയല്ല. ഇവർ ചെയ്യണത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഒരു എൻട്രൻസ് ഉണ്ട്, കോമൺ ആണ്, എല്ലാവർക്കും ഒരേപോലെയാണ്. മെയിൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് തരും. അതിനകത്ത് ഐച്ഛിക വിഷയം എന്ന് പറയും. ഈ ഐച്ഛിക വിഷയം നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അതിനകത്ത് മലയാളം ഉണ്ട്, മലയാളം സബ്ജക്റ്റ് പഠിച്ചെഴുതാം. അക്കൗണ്ടിങ് ഉണ്ട്, അതേപോലെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ യൂഷ്വലി ആളുകൾ എന്താ ചെയ്യുക വെച്ചാൽ അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതിലാണോ അത് തന്നെയാണ് അവർ എന്ത് ചെയ്യുക സിവിൽ സർവീസിലെ ഈ സെലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് അവർ എടുക്കാം. അപ്പോൾ നമ്മൾ ബികോം കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിവിൽ സർവീസിൽ എന്തെടുക്കാം, കൊമേഴ്സ് സബ്ജക്ട്സ് എടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സബ്ജക്ട്സ് എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് മലയാളം കുറച്ചുകൂടി അറിയുന്ന ആൾക്കാർ മലയാളം ഒരു പേപ്പറായിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് ചൂസ് ചെയ്യാം. അതേപോലെ ഹിസ്റ്ററി, നിങ്ങൾ BA ഹിസ്റ്ററി കഴിഞ്ഞ് വരുന്നതാണെങ്കിൽ ഹിസ്റ്ററി ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റുകൾ അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി പോലെ സയൻസ് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നവരുണ്ട്, ബോട്ടണി സുവോളജി ഒക്കെ ചൂസ് ചെയ്യാം. ഇതെല്ലാം ചൂസ് ചെയ്ത് നിങ്ങൾ ഒരു മെയിൻ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്തിലേക്ക് പോവാം, ഇന്റർവ്യൂവിലേക്ക് പോവാം. ആ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്തിടാം, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടാം. അപ്പോൾ ഒരു വർഷം ഏകദേശം ഒരു 1200 ഒഴിവുകളാണ് ഇന്ത്യയിൽ മൊത്തം ഉണ്ടാവുക. ഈ 1200 ഒഴിവുകളിലേക്കായിരിക്കും റാങ്ക് ഇടാം. റാങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, അതായത് നിങ്ങളുടെ പ്രിലിംസിലെ പെർഫോമൻസ്, നിങ്ങളുടെ മെയിൻസിലെ പെർഫോമൻസ്, നിങ്ങളുടെ ഇന്റർവ്യൂവിലെ പെർഫോമൻസ്, ഇത് മൂന്നും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ സിവിൽ സർവീസ് റാങ്ക് വരുന്നത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞത് 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്, 4ാം റാങ്ക് എന്നൊക്കെ വരും. ഈ റാങ്കിൽ വന്നവർക്ക് ഗവൺമെന്റ് ഒരു ഓപ്ഷൻ കൊടുക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സർവീസ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ മെജോറിറ്റി ആളുകളും ഇതിനകത്ത് ഏറ്റവും പവർഫുൾ സർവീസ് ആയിട്ട് കണക്കാക്കുന്ന IAS ആണ് കൂടുതൽ ആൾ ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഈ 1200 പേരെ IAS-ലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത ആദ്യത്തെ ഒരു 40-50 ആളുകളായിരിക്കും എവിടെ കയറുണ്ടാവുക, IAS-ൽ കയറുണ്ടാവും. പിന്നെ ആളുകൾ എന്ത് ഓപ്ഷൻ കൊടുക്കും, ഈ കാൻഡിഡേറ്റ്സ് എന്ത് കൊടുക്കും, IPS കൊടുക്കും. ചിലർക്ക് ചിലപ്പോൾ പോലീസ് ആവാനാണ് മെയിൻ ആഗ്രഹിച്ചാൽ അവർ IAS കൊടുക്കില്ല, അവരൊക്കെ എന്ത് ചെയ്യും, IPS കൊടുക്കും. ഇനി IAS IPS കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്, IFS കേട്ടിട്ടുണ്ടോ? എന്താണ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇപ്പൊ നമ്മൾ ഈ പല അവസരത്തിലും ഫോറിൻ സെക്രട്ടറി ആയിട്ടും ഫോറിൻ ഹൈ കമ്മീഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവരാരാണ്, IFS കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. IRS കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ റവന്യൂ സർവീസ്. ഈ IRS കഴിഞ്ഞ ആളുകളാണ് ഇൻകം ടാക്സിൽ കമ്മീഷണേഴ്സ് ആയിട്ടും പ്രിൻസിപ്പൽ കമ്മീഷണറൊക്കെ ആയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നവര് ഈ IRS കഴിഞ്ഞിട്ടുള്ളവരാണ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. പിന്നെ IAAS ഉണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസസ്. അതിൽ കഴിഞ്ഞിട്ടുള്ള ആളുകൾ CAG എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? CAG എന്ന് കേട്ടിട്ടുണ്ടോ? CAG എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ആരെ ഓഡിറ്റ് ചെയ്യാം, ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യും. ഇതേപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ ഓഡിറ്റ് ചെയ്യുന്ന ആളാണ് ആര്, CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയും CAG. ഈ CAG ആണ് ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്താണ് എന്ന് പഠിച്ച് അതിനെ റിവ്യൂ ചെയ്യുന്ന സ്ഥാപനമാണ് ഈ CAG എന്ന് പറയുന്നത്. ഈ CAGയിൽ കയറുന്നവർ IAAS കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും, ഇന്ത്യൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ട്സ്. ഇത്തരത്തിൽ പല സർവീസുകൾ, പോലെ IPS ഇന്ത്യൻ പോലീസ് സർവീസ് മാത്രമല്ല, ഇന്ത്യൻ പോസ്റ്റ് സർവീസും ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഈ സിവിൽ സർവീസ് കഴിഞ്ഞ് ജോയിൻ ചെയ്തത് IBS, ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്, അങ്ങനെ ഒരു സർവീസാണ്. അതായത് മീഡിയ കാര്യങ്ങൾ, ഗവൺമെന്റ് പോളിസീസ്, ഗവൺമെന്റ് സ്പോക്സ് പേഴ്സൺ എന്നൊക്കെ പറയില്ലേ, അത്ര ആളുകൾക്കായിട്ട് വരുന്നവർ ഈ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസിൽ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു 25-30 ഇന്ത്യൻ ഫോറിൻ സർവീസും ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഉണ്ട്, 2 IFS ഉണ്ട്. ഇങ്ങനെ ഒരു 15, 20, 25 കാറ്റഗറി ഓഫ് സർവീസസ് ഉണ്ട്. ഇനി ചില ആളുകൾ എന്ത് ചോദിച്ചാൽ ഓപ്ഷൻ കൊടുത്തു, എനിക്ക് എന്തേ കിട്ടിയുള്ളൂ, IRS കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ IFS കിട്ടിയുള്ളൂ, എനിക്ക് IAS വേണമെന്ന് വിചാരിച്ച് ഇതൊന്ന് ലീവ് എടുത്ത് വീണ്ടും പോയിട്ട് പരീക്ഷ എഴുതി അടുത്ത ഇതിൽ കുറച്ചും കൂടി ഉയർന്ന റാങ്ക് വാങ്ങി IAS-ൽ കയറുന്ന ആളുകളുണ്ട്. അപ്പം ഇതാണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ആ ഒരു എക്കോസിസ്റ്റം. ഇപ്പൊ നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അവിടെ നമുക്ക് എന്താ ഓപ്ഷൻ ഉണ്ട്, കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ സെലക്റ്റഡ് സബ്ജക്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ നമുക്ക് നല്ല കമാൻഡ് ഉണ്ടായിരിക്കും. നമ്മള് അഗൈൻ ഇപ്പം നമ്മളിത് പഠിക്കാതെ അല്ലെങ്കിൽ വേറെ സബ്ജക്ട് പഠിച്ചാൽ നമ്മൾ പോകുന്നെങ്കിൽ ആ ഐച്ഛിക വിഷയം നമുക്ക് എടുക്കാൻ പറ്റുന്ന മാത്രം. അപ്പം അതാണ് സിവിൽ സർവീസിന്റെ ഒരു സിസ്റ്റം. അപ്പൊ ടീച്ചിങ് അവിടെ ചെയ്യാൻ പറ്റും, സിവിൽ സർവീസിൽ പോകാൻ പറ്റും, ബാങ്കിങ് ടെസ്റ്റുകൾ എഴുതാൻ പറ്റും, പിന്നെ PSCയിൽ വരുന്ന നിരവധി ഒഴിവുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് കൊമേഴ്സ് ഫീൽഡ് കഴിഞ്ഞിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് സെക്ടറിൽ ഇതെല്ലാം വരും, ഇൻക്ലൂഡിങ് LLBക്കും പോകാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു നിശ്ചയ സബ്ജക്റ്റ് ആണ്
ഇന്ത്യയിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ വരും. അതായത് ഒന്നെങ്കിൽ ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ള പോലത്തെ കേസുകൾ, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഇപ്പം ഒരു ഫോറിൻ കോൺട്രാക്റ്റായിട്ട് ബന്ധപ്പെട്ട കേസുകൾ. ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ, കൊമേഴ്സ് അറിയുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ അറിയില്ല, കോടതിയിൽ പോയിട്ട് ലോയറിനെ പോലെ വാദിക്കാൻ അറിയില്ല. ലോയർക്ക് എന്താ അറിയില്ല, കൊമേഴ്സ് അറിയില്ല. അപ്പൊ കൊമേഴ്സ് പഠിച്ച ലോയർ ഉണ്ടെങ്കിൽ എന്താ, അതൊരു കോമ്പിനേഷൻ ആയി. അപ്പൊ നിങ്ങൾക്ക് ബികോം കഴിഞ്ഞ LLB എടുക്കാവുന്ന ഓപ്ഷനും ഉണ്ട്, അല്ലെങ്കിൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഈ LLB തന്നെ ഇന്റഗ്രേറ്റഡ് LLB എന്ന് പറയും. അതായത് LLB പ്ലസ് ബികോം. അത്തരം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബികോം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, LLB പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ഫീൽഡിൽ ആ ഒരു കോമ്പിനേഷൻ ഫീൽഡിൽ നല്ലൊരു ലോയർ ആയിട്ട് മാറാനും പറ്റും. അവിടെ കമ്പനീസിന് ബെനിഫിറ്റ് ആണ്. കമ്പനീസിന് ടാക്സിനെയും അക്കൗണ്ടിങ്ങിനെയും കാര്യങ്ങളെ കുറിച്ച് അഡ്വൈസ് ചെയ്യാനും ലോനെ കുറിച്ച് അഡ്വൈസ് ചെയ്യാനും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി അവരെ ചൂസ് ചെയ്യും. നമ്മുടെ എംപ്ലോയബിലിറ്റി കൂടും. അപ്പൊ ആ LLB എന്ന് പറയുന്നതും കൊമേഴ്സിലെ ഒരു ഫീൽഡാണ്. നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ചോദിക്കാൻ വിചാരിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?